ആടി പൊട്ടി മോനെ. സ്ഥാനാർത്ഥി നിർണയം തുടങ്ങി. കോൺഗ്രസിന്റെ ആചാരത്തിന് കോതമംഗലത്ത് ഔദ്യോഗികമായിട്ട് തുടക്കം കുറിച്ചിട്ടുണ്ട്. എന്തേ വൈകി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ സാധാരണഗതിയിൽ തുടങ്ങേണ്ടതാണ്. പക്ഷേ ഇള്ളോളം വൈകിയെങ്കിലും അതിൻ്റെ ഞാൻ പറയില്ല, ഈ ആദ്യത്തെ ഒരു ഉദ്ഘാടനത്തിൻ്റെ ഒരു ചെറിയ വൈകലായിരുന്നു. കോതമംഗലത്ത് UDF-കാർ, ശ്രദ്ധിക്കുക, കോൺഗ്രസ്സുകാരല്ല, ഇത് UDF-കാർ, കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗക്കാരും കോൺഗ്രസ്സുകാരും തമ്മിലുള്ള ആ സ്ഥാനാർത്ഥി നിർണയ ചർച്ച തെരുവിൽ നടന്നതൊന്ന് കണ്ടേ. ഓരോ വടിവാള് കൂടി കൊടുത്തിരുന്നെങ്കിൽ ഒരു 5-6 ശവം എടുക്കായിരുന്നു. എന്തായിരുന്നാലും ഒരു കാര്യമുണ്ട്, സ്ഥാനാർത്ഥി നിർണയത്തിനും തെരഞ്ഞെടുപ്പിനുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് മുൻകൂട്ടി അറിഞ്ഞിട്ടാണ്. ആകെ 25 ദിവസമേ ഉള്ളൂ എല്ലാം കൂടി. ഈ 25 ദിവസത്തിനകത്ത് മിക്കവാറും കോൺഗ്രസും UDF-ഉം തമ്മിൽ തല്ലി അവസാനിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകിച്ച് പറയുകയാണ്, ഈ ഒരു വിഷയം നിൽക്കുമ്പോൾ ഇപ്പോൾ സർക്കാരിന് എന്തായിരുന്നാലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നപ്പോൾ അവർക്ക് അധികാരം നഷ്ടപ്പെട്ട സാഹചര്യമാണ്. ഇനിയുള്ളത് പ്രവർത്തിക്കാൻ കഴിയില്ല. അങ്ങനെ സർക്കാർ എന്നുള്ളത് മുഴുവനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിൽ വന്നതോടുകൂടി ഇവിടുത്തെ ഭരണത്തിൽ ഇനി ഇടപെടാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ ജില്ലയിലും അടിയന്തരമായിട്ട് ചുമതലയുള്ള കളക്ടർമാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആംബുലൻസുകൾ ഇഷ്ടം പോലെ റെഡിയാക്കി ഇടുക. ആശുപത്രികളിൽ നിർബന്ധമായി ICUവിൽ ഇനി ജീവൻ പോണ കേസുകൾ മാത്രമേ ICUവിലും വെന്റിലേറ്ററിൽ എടുക്കാവൂ. ലൈവായിട്ടുള്ള കുറേ കേസുകൾ കേരളത്തിലേക്ക് വരാനുള്ളതാണ്. ഈ കോതമംഗലത്ത് തന്നെ ഇത് കഴിഞ്ഞുകൊണ്ട് ഒരു 7-8 ഇപ്പോൾ ആശുപത്രി കിടപ്പുണ്ട്. പലതിനും പൊട്ടലും ചതവുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ മാറ്റമാണ്. സർക്കാർ ആശുപത്രികളിൽ ഫ്രീ ആയിട്ട് ഈ ചതവിനും ഒടുവിനെല്ലാം പ്ലാസ്റ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെന്ന് കണ്ട കോൺഗ്രസ്സുകാരെല്ലാം അന്തം വിട്ടെ, ഇത്രയും സൗജന്യമായ. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായി, വോട്ട് എന്തായിരുന്നാലും UDF-ന് കിട്ടില്ല, അത് LDF-ന്. ഈ ആശുപത്രിയിൽ ചെന്ന് കണ്ട ഉടനെയുള്ള മാറ്റം കണ്ടിട്ട്, അതായത് ഇത്രയും കാലം സതീശൻ പറഞ്ഞ കാര്യം കേട്ടിട്ട് ആശുപത്രികളിൽ ഒന്നും ഇല്ല എന്നാണ് കരുതിയിരുന്നത്. ചെന്ന് കയറിയപ്പോഴാണ് അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളെല്ലാം കിട്ടുകയും ചെയ്തു. അതായത് അടി പൊട്ടിയെടുത്തെല്ലാം തേക്കാനുള്ള ഓയിൻമെന്റുകളുണ്ട്, കൊടുക്കാനുള്ള ടാബ്ലറ്റുകളുണ്ട്, ഒപ്പം തന്നെ ബാൻഡേജ് ഇടാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. സർജറി കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുകൂടി ഡോക്ടർമാർ റെഡിയായി നിൽക്കണം. ഇപ്പോൾ ഈ കേസിൽ അങ്ങനത്തെ ഒരു ആവശ്യം വന്നിട്ടില്ല. എന്തായാലും കേരളത്തിലെ പോലീസുകാർ കൂടി, ക്രമസമാധാന പ്രശ്നം അതിസങ്കീർണമാകാൻ പോവുകയാണ്. ചിലപ്പോൾ വഴി കൂടി ഓടിപ്പോകുന്നത് KC വേണുഗോപാലാകാം, രാഹുൽ ഗാന്ധി ആകാം, ചിലപ്പോൾ സതീശനും